ദളപതി വിജയ് സിനിമ അഭിനയം നിർത്താൻ പോകുന്നു. അതാണ് ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. അപ്പോൾ ആ ഒരു വാർത്തയെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് ഇന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചേക്കാം അവരുടെ അഭിപ്രായം എന്താണ്. നിങ്ങൾ ഈ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. എക്സ്ക്യൂസ് മീ, ഒരു പബ്ലിക് ഒപ്പീനിയൻ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോക്കാന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ഇടയ്ക്ക് തോക്കുമായിട്ടൊക്കെ ഓരോരുത്തർ വന്ന് അപ്പൊ വഴിയിലും തോക്കാണോ എന്നൊക്കെ വിചാരിച്ചു. ഈ അടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും വിജയ് അഭിനയം നിർത്തി പൊളിറ്റിക്സിലോട്ട് പോകാനൊക്കെ. അതിനെ പറ്റി എന്താ അഭിപ്രായം? പൊളിറ്റിക്സിലോട്ട് വിജയ്ക്ക് പോകാൻ പറ്റും. കാരണം വിജയ് അങ്ങനെ അത്യാവശ്യം എന്താ പറയാ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ സംസാരമൊക്കെ പുള്ളിയെ കൊണ്ട് പറ്റുന്നതാണ്. ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടപ്പെടും. പക്ഷേ ഈ അഭിനയം നിർത്തി എന്ന് പറയുന്നതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. വിജയ് അങ്ങനെ അഭിനയിക്കുന്നൊന്നുമില്ല. വിജയ് സിനിമ വിട്ടിട്ട് പൊളിറ്റിക്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അല്ല വിജയ്ക്ക് അഭിനയിക്കാനൊന്നും അങ്ങനെ വലിയ അറിയാവുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇതുവരെ ഒരു പടത്തിലും. ഒരു വികാരം ഇല്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ എന്ത് കാണിച്ചാലും മോന്ത മാറാത്ത ഒരാൾ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുവാന്ന് കേട്ടോ നന്നായിട്ട്. പിന്നെ ഫൈറ്റ് സീൻസ് വലിയ കുഴപ്പമില്ല ചെയ്യുവാന്ന്. അഭിനയമൊന്നും ഇല്ല. അങ്ങനെ ഓക്കെ സിനിമയിൽ ഇൻഡസ്ട്രിയിലുള്ള ആയിരുന്നു. അവിടെ അങ്ങനെയൊക്കെ പലരും അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അഭിനയിക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ അവിടെ. രജനികാന്ത് നല്ലപോലെ അഭിനയിക്കുന്ന ആളാണ്. പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ചാണ് രജനികാന്ത് അത്ര അഭിനയിക്കുന്നില്ലെന്ന്. പക്ഷെ ഇവിടെ വിജയ് പൊളിറ്റിക്സിൽ ശോഭിക്കും. കാരണം വിജയ്ക്ക് അതിനുള്ള ആളുണ്ട്. വിജയ് കുറച്ചൊക്കെ പൊളിറ്റിക്കലായിട്ടാണ് പല കാര്യങ്ങളും അവിടെ ഇടപെടുന്നതും. അപ്പോൾ അതുകൊണ്ട് വിജയ്ക്ക് പറ്റിയ പരിപാടി ശരിക്കും ഇപ്പോഴേ ഇറങ്ങിയാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് വേണേ CM ഒക്കെ ആവാൻ പറ്റും. ഇപ്പൊ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നു എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. പറയാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ല വിജയുടെ അഭിനയം ഒന്നും വലിയ കാര്യമായിട്ട് അവിടെ ഇപ്പോൾ കുറേ പേര് അഭിനയിക്കുന്നവർ വന്നപ്പോഴേ പതുക്കെ പടമെല്ലാം പൊട്ടി തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതിൽ നല്ലത് മാറുന്നതായിരിക്കും. ഇനി അടഞ്ഞ ഡാൻസ് ഒന്നും ഇപ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ മിക്ക പടവും അത്ര അങ്ങോട്ട് ഉദ്ദേശിച്ച പോലും നടന്നിട്ടില്ല. അതൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് അറിയാമല്ലോ. ഇനിയിപ്പോൾ മോഹൻലാലിനൊക്കെ പറ്റുപോലെ പറ്റാതിരിക്കാൻ വേണ്ടി വിജയ് നേരത്തെ മോഹൻലാലിനൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയെ കണ്ട് മനസ്സിലാക്കി കാണും പലതും. നേരത്തെ തന്നെ അഭിനയം നിർത്തുവാണ് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലായി പോവും. ഇങ്ങനെ ആർക്കും വേണ്ടാതെ എല്ലാ പടവും പൊട്ടുന്നൊരു മനുഷ്യനായി മാറുന്നത് നല്ലതാണല്ലോ എന്നൊക്കെ മുന്നേ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർക്ക്. മോഹൻലാലിനെ പോലെ ആയിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും. മോഹൻലാൽ ഇടയ്ക്ക് അവിടെ തമിഴ്നാട്ടിൽ പോയി സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് മലയക്കോട്ടെ കാണാൻ വിജയ് പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. അതോടെ കണ്ടപ്പോൾ പുള്ളി പേടിച്ച് കാണും. അപ്പോൾ ഇനി രാഷ്ട്രീയമായിരിക്കും നല്ലത്. രാഷ്ട്രീയം കുറച്ചുകൂടെ പറ്റും പുള്ളിക്ക് എനിക്ക് തോന്നുന്നു. അത്രയും അങ്ങനെയാണ്. വിജയ് ഞാൻ വോട്ട് ചെയ്യും കേട്ടോ. വിജയ് ഇലക്ഷൻ ഞാൻ തമിഴ്നാട്ടിൽ അയ്യോ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാന്ന്. വിജയ്ക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട് കേരളത്തിൽ. അല്ല എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. വിജയ് ആ രീതിയിൽ എനിക്ക് ആസ് എ പേഴ്സൺ വിജയ് എനിക്ക് ഇഷ്ടമാണ്. വിജയുടെ പല പിന്നെ ഒരു ഇഷ്യൂ ഇല്ല. മറ്റേ എന്തോ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തപ്പോൾ ഒരു മുസ്ലിം കുട്ടി വന്നപ്പോൾ അപ്പം കയറി നിന്ന് ആ പൊന്നാട അണിയിച്ചപ്പോൾ വിജയ് ഒന്നും മിണ്ടായിരുന്നതിനകത്ത് എതിർപ്പൊക്കെ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്യേണ്ട ഒരാളായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഒരു ചെറുപ്പക്കാരെന്ന് പറയാൻ വേണേ. രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അയാൾ അതൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമില്ല. തീർച്ചയായിട്ടും അതിനെയൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം ചെയ്യാമായിരുന്നു. ആ സ്റ്റേജിൽ നിന്ന് അങ്ങനെ തന്നെ പറയേണ്ടമായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ വിജയ്ക്ക് ചിലപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചാണ്. അതൊക്കെ വിജയുടെ ഇഷ്ടമല്ലേ. പിന്നെ ഉറപ്പല്ലേ. പാർട്ടിയിലൊന്നും ചേരണ്ട. വോട്ട് ചെയ്ത് ഞാൻ വിജയിപ്പിക്കാം. എന്റെ വോട്ട് ഞാൻ വിജയ്ക്ക് കൊടുക്കും. എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. എപ്പോഴും വിജയുടെ താല്പര്യമുള്ള ആളാണ്. സിനിമ ഒന്നും കാണത്തില്ല. അഭിനയമൊന്നും ഇഷ്ടമല്ല. 1-2 പടം കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒട്ടും ഇഷ്ടപ്പെടത്തുമില്ല. വിജയുടെ പരിപാടി മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമല്ല. ഇനി സിനിമയിലൊക്കെ ആൾക്കാരെ രക്ഷിക്കുന്ന പോലെ ഇനി പൊളിറ്റിക്സിൽ ഇറങ്ങി അവിടെയുള്ള തമിഴ്നാട് അങ്ങോട്ട് രക്ഷിക്കട്ടെ. ഈ അടുത്ത് ഒരുപാട് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും വിജയനെ പറ്റിയിട്ട്. ഏതാ പാർട്ടി എന്നൊക്കെ അറിയാം? ഫാൻ പേജിന്റെ നെയിം വെച്ചിട്ട് അങ്ങനെ എന്തോ തുടങ്ങി. TMK എന്നാണ് പേര്. TMK ആണ് പാർട്ടിയുടെ പേര്. അപ്പൊ ഇത്രയും പീക്കായിട്ടിരിക്കുന്ന ഒരു ടൈമിൽ വിജയനെ പോലെ ഒരു നടൻ സിനിമ വിട്ടിട്ട് പൊളിറ്റിക്സിലേക്ക് പോകാതൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇനി കമ്മിറ്റ് ചെയ്ത മൂവീസ് മാത്രം ചെയ്യുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മാറുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം?
അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ എന്നാലും ഒരു ഇപ്പൊ വിജയ് ഫാൻസ് ആണോ? അല്ല വിജയ് ഫാൻ അല്ലേ? അങ്ങനൊന്നുമില്ല, എന്നാലും ഇഷ്ടമാണ്. അപ്പൊ ഒരു സിനിമ ആസ്വദിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഫാൻ എന്ന നിലയിൽ എന്തായിരിക്കും തോന്നുന്നത്? ഇത്രയും ഇൻഡസ്ട്രിക്ക് ഒരു നഷ്ടമായിരിക്കും തോന്നുന്നു. അതും നല്ല ഭയങ്കര പീക്ക് ടൈമാണ് ആളുടെ. ഇപ്പൊ ഇറങ്ങിയ പടങ്ങളും അടിപൊളിയായിട്ട് പോണ ഒരു ടൈമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നു? വിഷമം തോന്നിയോ? വിഷമൊന്നും തോന്നുന്നില്ല, എന്നാലും സിനിമ ഇൻഡസ്ട്രിയുടെ ലോസ് ആവുന്ന അല്ല. ഇപ്പൊ ആളാണെങ്കിലും ഭയങ്കര സോഷ്യൽ സർവീസിലൊക്കെ ആക്റ്റീവാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ലീഡർ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? നല്ലൊരു ലീഡർ ആവുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ കേരളത്തിലേക്കും വരണം അങ്ങനെയൊക്കെ ഉണ്ടോ? നല്ലതാണ്. ഈ അടുത്ത് നമുക്കൊരു ന്യൂസ് കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില്, വിജയിനെ പറ്റിയിട്ടൊരു ന്യൂസ്. എന്തായിരുന്നു ആ ന്യൂസ്? എല്ലാം നിർത്തിയിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണം. അപ്പൊ ഇങ്ങനെ ഭയങ്കര പീക്ക് ടൈമില് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിനെ പറ്റിട്ട് എന്താ തോന്നുന്നത്? ഓരോരുത്തരുടെ പേഴ്സണൽ. എന്നാലും വിജയ് ഫാൻ ആണോ? അല്ല, ഞാൻ ആദ്യം ഫാനൊന്നല്ല. വിജയ് സിനിമസ് കാണാറുണ്ട്. സിനിമാസ് പൊതുവെ കുറവാണ് കാണുന്നത്. അപ്പൊ ലാസ്റ്റ് എന്റെ വിജയുടെ ഏത് പടം? ലാസ്റ്റ് ഇപ്പൊ കണ്ടു. ഞാൻ ഇപ്പൊ അവസാനമായിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് 2-3 മാസമായിട്ട് സിനിമ ലാസ്റ്റ് ഇറങ്ങിയ ലിയോ ആയിരുന്നു, അത് കണ്ടായിരുന്നോ? ലിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും ഒരാളുടെ മൂവി എന്ന് പറയുമ്പോ തന്നെ ഒരു ഹൈപ്പാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ആളുകള് പൊളിറ്റിക്സിൽ വിജയിക്കുമെന്ന് തോന്നുന്നു. ഇതിനെക്കാട്ടിലും കൂടുതൽ മെച്ചം എന്തുകൊണ്ട് അതിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അതായിരിക്കില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വേണ്ടിട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ. അപ്പൊ ഈ 2 ദിവസമായിട്ട് നമ്മൾ ഓൺലൈനിൽ കാണുന്ന ഒരു ന്യൂസാണ്. ദളപതി വിജയിനെ പറ്റിയൊരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് ന്യൂസ് കണ്ടിട്ടുണ്ട്. അതാ എന്താണ് ആ ന്യൂസ്? കണ്ടിട്ടുണ്ടായിരുന്നു. ചേരാൻ പോകുന്ന സിനിമ വിട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ആള് കമ്മിറ്റ് ചെയ്ത മൂവീസ് അല്ലാണ്ട് ബാക്കി ഇനി മൂവി അഭിനയിക്കുന്നില്ല, എല്ലാം വിട്ടിട്ട് പാർട്ടി ചേരാൻ പോണെന്നാ. അപ്പൊ ആ ന്യൂസ് കേട്ടപ്പോ ഇപ്പൊ കേട്ടില്ല, അത് കേട്ടപ്പോ എന്തായിരുന്നു അഭിപ്രായം? നല്ല വിഷമമായി. ഹാർഡ് കോർ ഫാനാണോ വിജയുടെ? അടിപൊളി ഫാനോ? ബെസ്റ്റ് ആളോടെ ഞാൻ ചോദിച്ചത്. നല്ല വിഷമമായോ? എന്നാലും ഈ ഒരു ഹൈ പീക്ക് ടൈമില് ഇപ്പൊ ലിയോക്ക് ഇറങ്ങുമ്പോ എന്തായിരുന്നു എല്ലാരും? അപ്പൊ അങ്ങനെ ഒരു ടൈമില് സിനിമ വിട്ടിട്ട് പാർട്ടി എന്ന് പറയുമ്പോ സങ്കടമുണ്ട്. എന്തോന്നു? എനിക്ക് പരിചയമില്ല. ഇവിടെയാണ് എല്ലാം അറിയുന്നത്. അപ്പം ഇനിയിപ്പോ വിജയ് സിനിമയും പാർട്ടിയും ഒരുമിച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? പാർട്ടിയും സിനിമയും രണ്ടും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ഇത് വരുന്നില്ലല്ലോ. സിനിമ ആയിരുന്നു ഏറ്റവും നല്ലത്. പക്ഷെ ആള് കുറെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ആള് നല്ലൊരു ലീഡർ ആയിരിക്കും തോന്നിയിട്ടുണ്ടോ? അതെ, ആയിരിക്കും. അവർക്കിനി നല്ലതായിരിക്കും അവിടെയുള്ള ആരെയും ഇങ്ങോട്ട് വരണം. കേരളത്തിലൊന്നും കൊള്ളാനൊന്നും വരില്ലല്ലോ. എന്നാലും വന്ന കാണാലോ എന്ന് പറഞ്ഞത്. അപ്പൊ കാണണമെന്ന് അത്ര ആഗ്രഹിക്കുന്ന ഒരാളല്ലേ? ആള് പാർട്ടി ഏതാണെന്നറിയോ? അതെനിക്കറിഞ്ഞൂടാ. ഞാനത് വന്നപ്പോ എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ട്രോൾ പേജ് ഒക്കെ കണ്ടാണ് മനസ്സിലായത്. TMK എന്നാണ് ആളുടെ പാർട്ടിയുടെ പേര്. ഇവിടെ പിന്നെ അങ്ങനെ അധികം ഒന്നും അറിയില്ലല്ലോ, ഇതിനെ പറ്റി അധികം അറിയാത്തോണ്ട്. അപ്പൊ നല്ല ഫീലായിട്ട് നിൽക്കണ് ലെയർ ന്യൂസ് എടുത്തിട്ട്. ഹാർട്ട് ബ്രേക്ക് ആയോ? ഇച്ചിരി വിഷമം ഉണ്ടായില്ലേ? ഓക്കെ ശരി. ഈ അടുത്തെന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇന്നലെ മിനിഞ്ഞാന്നത്തേക്ക് ആയിട്ട് ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വിജയിനെ പറ്റിയിട്ട്. അത് കണ്ടായിരുന്നോ? എന്തായിരുന്നു? ഫിലിം നിർത്തി പാർട്ടിയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ ന്യൂസ് കേട്ടപ്പോ എന്താ തോന്നിയത്? എന്നെ വിജയ് ഫാനാണോ? ചെറുതായിട്ട് അല്ലേ? അപ്പൊ അത് ഇത്രയും ഹൈപ്പായി അല്ലെങ്കിൽ ഹൈക്ക് നിൽക്കുന്ന ഒരു പീക്ക് ടൈമാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ എങ്ങനെ എന്ത് തോന്നി? പുള്ളിയുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ചോയ്സ്. എന്നാലും ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്താ സിനിമയിൽ കാണാനാണ് ആഗ്രഹം. അപ്പൊ ഇപ്പൊ പൊളിറ്റിക്സിലോട്ട് പോയാലും അതും വിജയിക്കും. ഇപ്പൊ സിനിമയിൽ ആള് ഭയങ്കര ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. പൊളിറ്റിക്സും വിജയിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അറിയില്ല അല്ലേ? ഇപ്പൊ ആളുടെ പാർട്ടീനെ പറ്റിട്ട് കേട്ടായിരുന്നു. ഏതാ പാർട്ടിന്നൊക്കെ? അതൊന്നും അറിയില്ല. TMK എന്നാണ് പാർട്ടിയുടെ പേര്. അതിനൊന്നും പറ്റുന്ന അറിയില്ല. അപ്പൊ ഓക്കെ, ഒരു ഫാൻ എന്ന നിലയിൽ നല്ല വിഷമമുണ്ടോ? ഇനിയും സിനിമ കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ?
ഫാൻ എന്നുള്ള രീതിയിൽ ഫിലിമിൽ ആക്ട് ചെയ്യണമെന്നാണ് ഉള്ളത്. പക്ഷെ ബാക്കിയെല്ലാം പുള്ളിയുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. കുറെ ഭയങ്കര സോഷ്യൽ ആക്റ്റീവ് ഒരാളും കൂടിയാണ് വിജയ് എന്നാണ്. അപ്പൊ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ലീഡർ ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? കുറെ അടുത്താണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ വിജയ്. അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും കുറെ വൈറലായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് നല്ല ലീഡർ ആയിരിക്കുന്നു. തോന്നിയിട്ടില്ലേ? അപ്പൊ ഇനി ബാക്കി പിന്നെ കാണാന്നുള്ള നിലയിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയക്ക് ഒരു ന്യൂസ് ഭയങ്കര സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും വിജയിനെ പറ്റിയിട്ട്. അതേത് ന്യൂസ് കണ്ടായിരുന്നോ? വിജയ് പൊളിറ്റിക്സിലോട്ട് പോകുന്നത് ആ ഒരു ന്യൂസായിട്ടപ്പോൾ എന്താ തോന്നിയത്? വിജയ് ഇപ്പോൾ മൂവിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിജയിനെ മൂവിയിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊളിറ്റിക്സിൽ മാറി പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീനിലുണ്ടായ ഒരാൾ പെട്ടെന്ന് പൊളിറ്റിക്സിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്സിൽ വന്നാൽ അവിടുത്തെ ഭയങ്കര ഗുണമായിരിക്കും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. വിജയ് ഫാൻ ആണോ? ആണ്. ഭയങ്കര ഹാർഡ് കോർ ഫാൻ ആണോ? അതെ. അപ്പോൾ ഭയങ്കര ഒരു പീക്ക് ടൈമിൽ അല്ലെങ്കിൽ വിജയ് ഫാൻ ഒരു വിജയ് ഫാൻ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും വിജയ് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ഒരു സിനിമ വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫാൻ ഷോ അങ്ങനെയൊക്കെ വെച്ച് കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും പോയി കാണുന്നത്. അത്രയും ബുദ്ധിമുട്ടി പോയി കാണുന്ന ഒരാൾ ഇനിയിപ്പോൾ സിനിമ മുഴുവൻ നിർത്തി പൊളിറ്റിക്സിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നത്? കുറച്ച് വിഷമമുണ്ട്. എന്നാലും നമുക്ക് വിജയനെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പൊളിറ്റിക്സിലേക്ക് പോവാ പറയുമ്പോൾ ചെറിയ വിഷമമുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാണല്ലോ വിജയ്. അപ്പൊ നല്ലൊരു ലീഡർ ആയിരിക്കും തോന്നുന്നുണ്ടോ? അത് നല്ലൊരു ലീഡർ ആയിരിക്കും തോന്നുന്നുണ്ടോ? ഇപ്പൊ പൊളിറ്റിക്സിലോട്ട് പോണോണ്ട് ഈ സിനിമ നിർത്തണം എന്ന് തോന്നുന്നുണ്ടോ? അതില് നിർത്തണം എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ സൈഡില് സിനിമ കൂടി മൂവി കൂടി കൊണ്ടുവന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ഏത് പാർട്ടിന്ന് അറിയോ ഇപ്പൊ വിജയ് തുടങ്ങിയ ഒരു പാർട്ടിയുടെ പേര്? അറിയില്ല. TMK എന്നാണ് പേര്. അപ്പൊ അത് നമ്മുടെ കേരളത്തിൽ വന്ന കൊള്ളാന്നൊക്കെ ഉണ്ടോ? കൊള്ളാന്നുണ്ട് കേരളത്തിലും തന്നെ. അപ്പൊ എങ്ങനെ അതിലൂടെ സപ്പോർട്ട് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യില്ല? ഓക്കെ, ശരി. ഈ അടുത്തായിട്ട് ഓൺലൈനിലൊക്കെ കുറെ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വിജയിനെ പറ്റിയിട്ട്. ആ ന്യൂസ് എന്തായിരുന്നു? വിജയനെ പറ്റി ആ അതന്നെ കണ്ടിട്ടില്ലായിരുന്നു. വിജയില്ലേ സിനിമയൊക്കെ കമ്മിറ്റ് ചെയ്ത സിനിമ അല്ലാണ്ട് പുതിയ സിനിമ ഒന്നും എടുക്കാണ്ട് സിനിമ മൊത്തത്തിൽ നിർത്തി രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നൊരു ന്യൂസ്. അപ്പോൾ വിജയ് ആരാധകരാണോ? വിജയിന് ഇഷ്ടമാണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു നിലയിൽ ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിജയ് സിനിമ നിർത്തണ്ടെന്ന് പറയുള്ളൂ. അത്രയ്ക്കും സിനിമ കാണാൻ ഇഷ്ടപ്പെടാണോ? കണ്ടിട്ട് ആയിരുന്നു. അപ്പൊ സിനിമയിലോട്ട് അതും പീക്ക് ടൈമിലാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു? വിഷമുണ്ട്. എന്നാലും ഇപ്പൊ പൊളിറ്റിക്സിന്റെ ഒപ്പം തന്നെ സിനിമ കൊണ്ടുപോയിക്കൂടെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും അങ്ങനെ എങ്ങനെ ഡിസിഷൻ എടുത്താൽ ഹാപ്പി ആയിരിക്കും? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടാണെന്നുള്ളത്. ആ ഓക്കെ. അപ്പൊ ഇപ്പൊ വിജയിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സോഷ്യൽ സർവീസിലൊക്കെ ആക്റ്റീവ് ആയ ഒരാളാണ്. അപ്പൊ നല്ലൊരു ലീഡർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കിട്ടും. അപ്പൊ ഏതാ പാർട്ടിന്ന് അറിയോ? വിജയ് ഇപ്പൊ തുടങ്ങിയ പാർട്ടിയുടെ പേരറിയോ? അത് ന്യൂസേ കണ്ടില്ല. പേരറിയോ? TMK എന്നാണ് പാർട്ടിയുടെ പേര്. അപ്പൊ അത് നമ്മുടെ കേരളത്തിൽ വന്ന കൊള്ളായിരിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ വിജയനും കൂടി ആയതുകൊണ്ട് കേരളത്തിൽ നല്ല അടിപൊളിയായിരിക്കും തോന്നിയിട്ടുണ്ട്. ഓക്കെ, ശരി.